ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സൂപ്പർ മീൻ ഫ്രൈ ആണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. എപ്പോഴും നമ്മൾ ഒരേ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് വെക്കണം, ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും, പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടെ ഒന്ന് മറക്കരുത്. അപ്പോൾ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു മീൻ പൊരിച്ചത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ടൊരു 1/2 കിലോ അയലമീനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇതുപോലെ നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് ചെയ്യില്ലേ, അതുപോലെ വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1 ടേബിൾ സ്പൂൺ നിറച്ച് കുരുമുളക് പൊടി എടുക്കുന്നുണ്ട്. മുളക് പൊടി എടുക്കുന്നില്ല കേട്ടോ, കുരുമുളകും പച്ചമുളകൊക്കെയാണ് എടുക്കുന്നത്. ഇനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കുതിർത്ത് പിഴിഞ്ഞെടുത്തിട്ടുള്ള അതിൻ്റെ ഒരു നീരാണ് കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മീനിൽ തേച്ച് പിടിപ്പിക്കണം. ആ ഒരു പുളിയും ഉപ്പും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും എത്തിക്കോട്ടെ കേട്ടോ. എന്നിട്ട് ഇതൊരു 10-15 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു മസാലക്കൂട്ടും കൂടെ റെഡിയാക്കേണ്ട. അപ്പോൾ അത്രയും സമയം ഇവിടെ ഇരുന്നോട്ടെ. ആ ഒരു മസാലക്കൂട്ടിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ പച്ചമുളകിന് പകരമായിട്ട് കാന്താരി മുളക് കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. ഏറ്റവും നല്ല ടേസ്റ്റ് അത് തന്നെയായിരിക്കും കേട്ടോ. ഇതിപ്പോൾ എത്ര വീതം എടുത്തിട്ടുള്ളതെന്ന് മെഷർമെൻ്റ് ഒക്കെ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരുക. ഇതുപോലെ ഉണ്ടാവും, നല്ലൊരു പച്ച കളറുള്ള പേസ്റ്റ് ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ആദ്യം മസാല ആക്കി വെച്ചിട്ടുള്ള മീനിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചതൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ലാസ്റ്റ് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി സ്പൈസി ആയാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നല്ല പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് മീനിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ കുറച്ച് കൂടുതൽ മസാല ഉണ്ടാവും, അത് കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ മിക്സ് ആക്കി എടുത്തിട്ട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ ഒക്കെ വെക്കാം. പെട്ടെന്ന് സമയമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യാൻ കുഴപ്പമില്ല. ഇനിയിപ്പോൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നല്ല നാടൻ രുചിയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ തന്നെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ UAE ഉള്ളവർക്ക് നല്ല ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ വേണം, നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെളിച്ചെണ്ണ നല്ലതായിരിക്കും കേട്ടോ. ഫാസ് കോക്കനട്ട് ഓയിലാണ്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല ആട്ടിയ നല്ലെണ്ണ, അതുപോലെ തന്നെ വെള്ള എള്ളിൻ്റെ എണ്ണ ഉണ്ട്, പിന്നെ ബദാം ഓയിൽ, ഒരുപാട് എണ്ണകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാകുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ മസാലയാക്കി വെച്ചിട്ടുള്ള മീൻ ആ ഒരു മസാലയോട് കൂടെ തന്നെ മുഴുവനായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള മസാല മുഴുവനായിട്ട് ഇതിൻ്റെ മേലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് കരിഞ്ഞു പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്തായാലും മുഴുവൻ മസാല അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വന്നോട്ടെ കേട്ടോ. തീ പെട്ടെന്ന് അങ്ങ് കൂട്ടി വെക്കണ്ട, കാരണം മസാല കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടി പിടിക്കുന്ന ചട്ടി ആണെങ്കിൽ ഇത്ര മസാല ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അത്യാവശ്യമൊക്കെ ഒന്ന് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു അയല ചെറിയ മീനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. പിന്നെ കഷ്ണ മീനൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. നല്ല ആവോലി ആയിക്കുറയിലൊക്കെ ചെയ്യാനും നല്ല ടേസ്റ്റി മസാല തന്നെയാണ് കേട്ടോ. അതിലും നല്ല സൂപ്പറാണ്, അതിലും ചെയ്ത് നോക്കാം. അപ്പം അത് അത്യാവശ്യം ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് ഒന്ന് മുഴുവനായിട്ട് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കട്ടിയുള്ള പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ അയലമീനൊക്കെ ആയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നല്ല വേവുള്ള മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 80% ഫ്രൈ ആയതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി അതിൽ കിടന്നിട്ട് അങ്ങ് പൊരിഞ്ഞ് റെഡി ആയിട്ട് വന്നോളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് വേണ്ടത്. ഈ സമയത്ത് തന്നെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കൂടുതൽ കിട്ടിക്കോളൂ കേട്ടോ. അപ്പം ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ തേങ്ങാപ്പാൽ അത്യാവശ്യമൊക്കെ ഒന്ന് അങ്ങ് വറ്റി മീനിലേക്ക് പിടിച്ച് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം കൂടെ വെച്ച് കഴിയുന്ന സമയത്ത് ഇതുപോലെ തേങ്ങാപ്പാൽ അങ്ങ് വറ്റി അതിലേക്ക് പിടിച്ചോളും. മുഴുവനായിട്ട് വറ്റി അങ്ങ് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയൊരു നനവ് ഉണ്ടായിക്കോട്ടെ കേട്ടോ, കാരണം മീൻ എടുത്ത് ഇങ്ങ് ചൂടാറുമ്പോഴേക്കും കുറച്ചൊരു ജ്യൂസി ആയിട്ട് ഇരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതാ ഈ ഒരു രീതിയിലൊക്കെ മതിയാകും. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറിൽ ഇരിക്കുന്നത്. പക്ഷേ കളർ എങ്ങനെയാണെങ്കിലും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്തു വെക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു വെക്കാം കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും ഒരേപോലെയൊക്കെ മീൻ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടും നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടും ചെയ്തു വെക്കാം കേട്ടോ തീർച്ചയായിട്ടും.
അപ്പോൾ നല്ല ചൂടുള്ള ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മീൻ പൊരിച്ചത് തന്നെയാണിത്. അപ്പം ഈ ഒരു രീതിയിൽ മീൻ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന സമയത്ത് നല്ല ഒരു തേങ്ങാ ചമ്മന്തി, ഒരു ഇത്തിരി അച്ചാറോ ഈ ഒരു മീനോ മതി കേട്ടോ. വേറെ കറികളൊന്നും ആവശ്യമില്ല. ശരിക്കും വേറെ കറിയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു രുചി അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്ന പോലെ തോന്നും. ഇതിലുള്ള ഒരു മസാലയും മീനും കൂടെ കൂട്ടി കുഴിച്ച് നല്ല ചൂടുള്ള ചോറ് കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും, പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് മറക്കരുത്. പിന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്നതേം പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്